ഹലോ ഗൈസ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ഈ പമ്പിലാട്ടോ കിടന്നുറങ്ങിയത് അല്ലേ മാളു? ഈ പമ്പിലാണ് കിടന്നത്. ഇന്നലെ ഫുൾ നമ്മൾ ഇവിടെയാണ് കിടന്നത്. അതേപോലെ രാവിലെ ആയപ്പോൾ ഇവിടുത്തെ രണ്ട് പിള്ളേര് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവിടുത്തെ ബോണ്ട എന്ന് തോന്നുന്നു രണ്ടെണ്ണം തന്നു. ചേച്ചി അക്ക കഴിക്കെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹം, സന്തോഷം. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നലെ കിടന്നത്. ഇവിടെ രാവിലെ ഞങ്ങൾ നോക്കിയപ്പോൾ രാത്രി വരുമ്പോൾ ഉണ്ടായിരുന്നു ട്രാക്ടറുകളായിരുന്നു കേട്ടോ, മൊത്തം മുഴുവനും ട്രാക്ടറുകളായിരുന്നു ഇവിടെ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ കൃഷിയാണ്. അതിന് പണിക്ക് വേണ്ടി വന്ന സംഭവങ്ങളാണെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി തഞ്ചാവൂർ എത്തണമെന്നല്ലേ? പക്ഷെ പറ്റില്ലായിരുന്നു, ഓടിയെത്താനും പിന്നെ ഒരാള് തന്നെ വേണം ഡ്രൈവ് ചെയ്യണം, പിന്നെ എഡിറ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാം കൂടെ പറ്റുന്നില്ല. അപ്പൊ നമ്മള് പാതി വഴിയിൽ പോലും എത്തിയിട്ടില്ല അല്ലേ? ഇനിയൊരു 70 കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന് തഞ്ചാവൂർക്ക്. എന്തായാലും നല്ല രസമായിരുന്നു ഇവിടെ. അടിപൊളിയായിട്ട് സേഫായിട്ട് കിടക്കാൻ പറ്റി. രാവിലെ അത്യാവശ്യം ഒന്ന് ഫ്രഷ് ആവാനും പറ്റി. അപ്പോൾ ഇനി നമുക്ക് തഞ്ചാവൂർക്ക് പോകണം. അപ്പോൾ തഞ്ചാവൂർക്ക് വിശേഷങ്ങൾ ഗൈസ്, നമ്മൾ ഇന്നലെ കിടന്ന പമ്പല്ലേ, അവിടുത്തെ പയ്യന്മാരാട്ടോ. അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി നമ്മുടെ വണ്ടി ഒന്ന് കാണണം, വണ്ടിയുടെ ഉൾവശമൊക്കെ ഒന്ന് കാണണം. അത് നോക്കിയേക്കാം. എപ്പിടെ ഇருக்கு എങ്ക വണ്ടി? ഭയങ്കര സന്തോഷം കേട്ടോ. ഇങ്ങനെ കുറച്ച് പേര് നമ്മളെ വണ്ടിയൊക്കെ കണ്ടിട്ട് അതൊന്ന് കാണണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഇന്നലെ ഞങ്ങൾ രാമേശ്വരത്ത് നിന്ന് വരുമ്പോൾ കുറേ പയ്യന്മാർ നമ്മളെ വണ്ടി ഒതുക്കി നിർത്തി. ഒരു 8-10 പിള്ളേരുണ്ടാവില്ലേ? അവർ നമ്മുടെ അടുത്ത് ഒരുപാട് അവർ പറഞ്ഞു അവരുടെയൊക്കെ ഡ്രീമാണ് ഇങ്ങനെയുള്ള യാത്ര. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സപ്പോർട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് പോയത്. അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളിങ്ങനെ ഇറങ്ങി തിരിച്ചിട്ട് പുറത്തുനിന്ന് ആളുകളുടെ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ശരിക്കും ഞങ്ങളിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ മാളു? അതേപോലെ ഇപ്പത്തെ ഈ പെട്രോൾ പമ്പിലെ ഓണർ ആള് ഇന്നലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് ഇറങ്ങാൻ നേരത്തെ ആള് ഞങ്ങളെ കാണിച്ചു. നിങ്ങളുടെ ചാനൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് ഉള്ള ഓരോ ആളുകളും നമ്മുടെ വീഡിയോ പലരും കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്ത് പോകണില്ല. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യണം. നമ്മളാ പമ്പിൽ കണ്ട ചേട്ടന്മാർ തന്ന ബോണ്ട കേട്ടോ, നമ്മളവിടുത്തെ പോലെ അല്ല, ഇത്തിരി മധുരമുള്ള ടൈപ്പാണ്. അപ്പോൾ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് കേട്ടോ. ഇന്ന് രാവിലെ ഞങ്ങൾ ആകെ കഴിച്ചേക്കുന്നത് ഇതാണ്. അല്ലേ, എല്ലാം കൃഷിയുടെ തയ്യാറെടുപ്പാണ് ഇവിടെ, നോക്കിക്കഴിഞ്ഞാൽ കാണാം. പിന്നെ അതുപോലെ തന്നെ എത്ര പശുക്കളാ. രാവിലെ പമ്പിൽ കിടക്കുന്ന സമയത്ത് അവിടെ കൂടുതലും ട്രാക്ടറുകളായിരുന്നു കിടക്കണ്ടായിരുന്നത്. അവരൊക്കെ അവിടെ തന്നെ കിടക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ചുറ്റുമുള്ള 30 പാടം കിടക്കുന്നുണ്ട്. അതേപോലെ എല്ലാം പാടമാണ്. അപ്പോൾ ഇതിനിപ്പോൾ കൃഷിക്കുള്ള തയ്യാറെടുപ്പായിരിക്കാം, അതിനുവേണ്ടി വന്നിട്ടുള്ളതായിരിക്കാം ട്രാക്ടറുകളെല്ലാം. അതുപോലെ ഇവിടെ എല്ലാം കൃഷി കാണുന്നു. ഒന്നും തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ നില ഉഴുതെടുക്കാണ്ട്, അതുകൊണ്ട് അതിനുവേണ്ടി വന്നേക്കാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കണം. അതേപോലെ നമ്മൾ ഇന്നലെ വരാൻ നേരത്തെ കണ്ട ഒരു കാഴ്ച എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർക്ക് വെള്ളത്തിന്റെ ഭയങ്കര ക്ഷാമമാണെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി വരെ അവര് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും 9:30-10 മണിക്കൊക്കെ അവര് പൈപ്പും ചൂട്ടി അവരിയ്ക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. അതേപോലെ ഇപ്പൊ ഈ കൃഷിയുടെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിയുന്നുണ്ട്. ഇപ്പൊ കൃഷിയുടെ എന്താ പറയാ, കൃഷിന്ന് ഇവിടെ പറഞ്ഞു ഇപ്പം. പക്ഷെ കൃഷിയുടെ നടുക്ക് മൊത്തം ഇപ്പൊ കണ്ടെന്ന ഈ എന്താ പറയാ, അതിന് മലയാളത്തിൽ നേരെ ശ്മശാനോ, ഈ കൃഷിയുടെ നടക്ക് മൊത്തം അതാട്ടോ. എന്നെ ഒരു വൈബാന്ന് നോക്കിയേ. അങ്ങനെ രാവിലെയാണ് തഞ്ചാവൂർക്ക് പോകുന്ന വഴിയാണ്. ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാട്ടോ ഫുള്ള് പാടം. ഒരു പാലക്കാട് സൈഡിലേക്ക് പോയ പോലെ, കാരണം ഫുൾ പാടം, വേറെ കൃഷിയൊന്നുമില്ല. നെല്ലിൻ്റെ കൃഷിയൊന്നും അവിടെ. അത് മാത്രമേ ഉള്ളൂ. പാടം ഇങ്ങനെ നീണ്ടു നിവർന്നാണ്. അത് രാവിലെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു ബൈക്കിൽ 3 ആൾക്കാർ, ഒരെണ്ണത്തിന് ഹെൽമെറ്റും ഇല്ല. നല്ല രസം. അവന്മാരെ ഉള്ളേരിയകളിലൂടെ നല്ല പോകുന്നത്, മെയിൻ ഹൈവേയിലൂടെയാ അല്ലേ? ഇത് മാത്രമല്ല, 5 പേര് ഒരുമിച്ചിരുന്ന് പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതും ഹെൽമെറ്റ് ഇല്ലാതെ. അച്ഛൻ, അമ്മ, 3 കുട്ടികൾ. പക്ഷേ ഞങ്ങളുടെ മുംബൈയിൽ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. പറയുമ്പോ എല്ലാം പറയണല്ലോ. കേരളത്തിൽ നടക്കൂല. കേരളത്തിൽ പല കാര്യങ്ങളും സ്ട്രിക്റ്റ് ആണ്. ഇവിടെ എങ്ങനെയാണെന്നറിയാമോ, ഈ ഹൈവേയുടെ സൈഡിലൊന്നും അങ്ങനെ വീടുകളില്ല. ഒക്കെ ഉള്ളിലേക്ക് ചെറിയ വഴികളാ. അതിലൂടെ പോയാലാണ് ഓരോ വില്ലേജുകൾ വരുള്ളൂ. ബാക്കി ഈ റോഡ് സൈഡ് മൊത്തം ഇങ്ങനെ കൃഷിയായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുക. വളരെ കുറച്ച് മാത്രമേ വീടുകൾ
അത്രയും നല്ല റോഡ്. നമ്മുടെയൊക്കെ പാലിയക്കരയത്തൊക്കെ ആളുകളൊക്കെ കണ്ടുപഠിക്കണം. ഉള്ള റോഡുകൾ ഓട്ടയടിച്ച് പോകുന്നതല്ലാതെ എങ്ങനെയാണ് റോഡ് പണിയാന്നുള്ളതും വാങ്ങിക്കുന്ന പൈസക്ക് എത്രത്തോളം നല്ല റോഡ് കൊടുക്കണമെന്നുണ്ട് നോക്കി നോക്കും. അത് അടിപൊളി റോഡ്. ഒരു സ്ഥലത്ത് കുണ്ടോ കുഴിയോ അല്ലെങ്കിൽ ഈ ഏച്ചിയേട്ടലോ കാണാൻ പറ്റില്ല, അത്രയും നല്ല റോഡുകളാണ്. ഹൈവേയില് മാത്രമല്ല, അത് ഉള്ളേരിയ പോയാൽ പോലെ ഇതുപോലത്തെ തന്നെ റോഡ്, ഒരു കുന്നും കൊടിയും ഒന്നുമില്ല. കേരളത്തിലെ മണ്ടന്മാരായിട്ടുള്ള മറ്റേ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഭരിക്കുന്നവരെ വന്ന് കാണ്, തമിഴ്നാട് വന്ന് കാണ് എങ്ങനെയാണ് റോഡ് പണിയുന്നത്, എങ്ങനെയാണ് ജനങ്ങൾക്ക് നല്ല റോഡ് കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ആ റോഡിലൂടെ ഓടിക്കുന്ന ഓരോ ഇടുപ്പൊടിഞ്ഞ് കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ജനങ്ങളൊക്കെ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ വല്ല കൂടോത്രം ചെയ്തു പോലും. അത്രയും നല്ല റോഡാണ് ഇവിടെ പണിതിട്ട് വെച്ചത്. ടോള് കൊടുത്താലും നമുക്ക് നഷ്ടമില്ല, ടോള് കൊടുത്താലും നമ്മൾ അവരെ പ്രാഗില്ല. കാരണം അത്രയും നല്ല റോഡും അത്രയും നല്ല ഫെസിലിറ്റീസ്. യുക്കാലിയാണ് ഇവിടെ. നമ്മളെ തഞ്ചാവൂർക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടതാണ്, ഇവിടേക്ക് കുറേ തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളല്ലേ. അപ്പോൾ അവിടെയൊക്കെ നോക്കിയ സമയത്ത് ഇവിടെ യൂക്കാലിയുടെ ഫാം, പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ. ഇതിലൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് യൂക്കാലിയാണ് കേട്ടോ, എല്ലാം യൂക്കാലിയാണ് വെച്ചേക്കുന്നത്. ഇത് നോക്കിയേ, നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു യൂക്കാലിയൊക്കെ, പക്ഷേ അത് ഫോറസ്റ്റിൻ്റെ ഇതിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നും അധികം കാണാനില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരുപാടുണ്ട്. വരുന്ന വഴിക്കൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫാം കണ്ടപ്പോൾ അങ്ങനെ കയറി നിർത്തിയതാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിലൂടെ എന്തോ ഒരു കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ തന്നെ. പക്ഷേ ഇതെന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാവണില്ല. ഗൈസ് നോക്കൂ, കണ്ടോ അങ്ങോട്ട് ആ അറ്റം വരെയും, അറ്റെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് നോക്കിയാൽ തന്നെ കാണുന്നില്ല. അത്രയും ദൂരം കിടപ്പുണ്ട്. ഇതിൻ്റെ ഫാമാണ്, യൂക്കാലി ഫാം. ഓ ഗൈസ് നോക്കൂ, നമ്മൾ പോകുന്ന വഴിക്കൊരു ബോർഡ് കണ്ടു. അത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം, ചെട്ടിനാട്. അപ്പോൾ ചെട്ടിനാട് എന്ന് പറയുന്ന സ്ഥലം ബോർഡ് കണ്ടു. ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന വഴിക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു 2.5 കിലോമീറ്റർ ഉള്ളതുണ്ട്. അപ്പോൾ അവിടെ വലിയൊരു കൊട്ടാരമുണ്ട്, ചെട്ടിനാട് കൊട്ടാരം. അപ്പോൾ ചെട്ടിനാട് കൊട്ടാരം കൂടെ നമുക്ക് കാണാം. അപ്പോൾ മളുപ്പുവടി ചെട്ടിനാട് കൊട്ടാരം കാണണം. അതിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള നിർമ്മാണമൊക്കെയാണ്. അപ്പോൾ അതൊന്ന് കാണാം. എന്തായാലും ഈ വഴിയല്ലേ പോകുന്നത്. അപ്പോൾ ഒരു 2.5 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറണം, അത്രേ ഉള്ളൂ. അപ്പോൾ നേരെ ചെന്ന് നമുക്ക് ചെട്ടിനാടും കൂടെ കണ്ടിട്ട് തഞ്ചാവൂർക്ക് പോവാം. ഇതാണ് ചെട്ടിനാട് എന്ന് പറയുന്ന സ്ഥലം, ഒരു വില്ലേജ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ നോക്കിയേ, ഇതൊക്കെ ഹെറിറ്റേജ് ഹൗസുകൾ എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇതെല്ലാം ഹെറിറ്റേജ് ഹൗസുകൾ എന്നാണ് പറഞ്ഞത്. ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളാണ്. ചെട്ടിനാട് വിദ്യാലയ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഡോക്ടർ കുമരണി നീനാമുത്തൻസ്, ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളാണ്. ഈ ചേട്ടന്മാരെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴേ അവരുടെ നാടിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാം കറക്റ്റായിട്ട്. അതായത് ഇതൊരു ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ്. എന്താ പറയുക, വിജയകുമാറോ ആളുടെയൊക്കെ ഏതൊക്കെയോ സിനിമകളൊക്കെ ഒരുപാട് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും വരാറുണ്ട്. പഴയകാല സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഇങ്ങോട്ട് ഒരുപാട് ആളുകൾ വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള കുറേ ഡീറ്റെയിലുകൾ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. ശരിയാണല്ലോ, ഒരു വില്ലേജ് ബ്യൂട്ടി എന്ന് പറയുന്ന സംഭവം. എല്ലാം ഒരു പ്രത്യേക രീതിയിലുള്ള ബിൽഡിങ്. ഇതാണ് ചെട്ടിനാട് കൊട്ടാരം. ഇത് ഇപ്പം എന്താ അളകപ്പ ചെട്ടിയാർ, അങ്ങനെ ഒരാളുടെ കയ്യിലാണ് ഈ കൊട്ടാരം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനുള്ളിലേക്ക് നമ്മളൊന്നും കയറ്റില്ല. 100 വർഷം പഴക്കമുണ്ട് ഈ കൊട്ടാരത്തിന്. അതുപോലെ തന്നെ ഇതിൽ അവർ പറയുന്നതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 1000 ജനലുകളുണ്ട് എന്നുള്ളതാണ്. അതാണ് മറ്റൊരു പ്രത്യേകത പറഞ്ഞത്. ഈ തെരുവൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാട്ടോ. നമ്മൾ പറഞ്ഞില്ലേ പഴയകാല ബിൽഡിങ്ങുകളെന്ന് പറയില്ലേ, അതുകൊണ്ട് തന്നെയാണ് ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗി. ഇവിടുത്തെ സ്ട്രീറ്റുകളെല്ലാം ഇങ്ങനെയാണ്, ഈ പഴയ ബിൽഡിങ്ങുകൾ കൊണ്ട് തന്നെയാണ് ഈ സ്ട്രീറ്റെല്ലാം ഇപ്പോഴും നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയുള്ള മട്ടുപ്പാവുകളുള്ള വീടുകൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വരുമ്പോൾ നമ്മൾ തമിഴ്നാട്ടിലൂടെ വരുമ്പോൾ അധികം ഇങ്ങനെയുള്ള മട്ടുപ്പാവുള്ള വീടുകളൊന്നും കണ്ടില്ല. ഇതിൻ്റെ പരിസരത്തുള്ള വീടുകളൊക്കെ ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ. ഇവിടെ എന്ന് വെച്ചാൽ ഇതിന് ചുറ്റുമുള്ളതെല്ലാം ഇതെല്ലാം അവരുടെ തന്നെയാണ്. അതായത് അവരുടെ ഹോട്ടല്, അവരുടെ എന്താ പറയുക സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ കോഫി ഹൗസ്, അതുപോലെ
മറ്റേ ഈ മീറ്റിങ്ങുകൾ നടക്കുന്ന ഹാളുകൾ, അങ്ങനെയാണ് ഇതെല്ലാം. ഇത് അവരുടെ സ്കൂള്. നമ്മൾ വരുന്ന വഴിക്ക് അവരുടെ കോടതി ഉണ്ടായിരുന്നു, ചെട്ടിനാട് കോർട്ട് എന്ന് കണ്ടായിരുന്നു. ഗൈസ് നോക്കൂ, കണ്ടോ ഇത്തരം രീതിയിലുള്ള നിർമ്മാണങ്ങളൊക്കെ ആട്ടോ അതിൽ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. കണ്ടോ, ഇവിടുത്തെ വീടുകളാണ് ഭയങ്കര പ്രത്യേകത. കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കൗതുകം തോന്നിപ്പോകും. ഗൈസ്, നമ്മുടെ ചെട്ടിനാട് സിമെൻ്റ് ഇല്ലേ, അതിൻ്റെ ഓണർ അണ്ണാമലൈ ചെട്ടിയാണ്. അവരുടെയാണ് ഈ കാണുന്നതെല്ലാം. അവരുടെ റിലേറ്റീവ്സിൻ്റെയാണ് ഈ കാണുന്ന ചുറ്റും കാണുന്ന വീടുകളെല്ലാം. അതാണ് ഇതൊക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ അവരുടെ പറഞ്ഞില്ലേ കോഫി ഷോപ്പ്, കോടതി, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതിലുണ്ട്. ഇതിൻ്റെ ഓണർ ഇപ്പോൾ ചെന്നൈയിലാണ്, ഇവിടെ ഒന്നുമില്ല, വരാറില്ല. അപ്പോൾ ഇത് നോക്കി നടത്തുന്നു. ഇതിൻ്റെ മാനേജർ ഇപ്പം ഞങ്ങൾ വരുമ്പോൾ കണ്ടായിരുന്നു. മാനേജറും അങ്ങനെ നോക്കി നടത്താൻ ആൾക്കാർ, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ അവിടെ ഇതിന് 2 ഗേറ്റാണുള്ളത്. അതിൻ്റെ ഇപ്പുറത്തെ ഒരു ഗേറ്റ് ഉണ്ട്. ഒരു ഗേറ്റിൽ സെക്യൂരിറ്റി ഉണ്ട്. ഇപ്പോൾ മാനേജറും വന്നു അവിടെ. അപ്പോൾ നമുക്ക് അതിലൂടെ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഒരു ഗേറ്റ് ഉണ്ട്. അവിടെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് ചെട്ടിനാട് ഗ്രാമം. ഉണ്ടോ, ഇത്രയും വലിയൊരു വീട്, കൊട്ടാരവും അതൊക്കെ ഉള്ളതാണ് ചെട്ടിനാട് ഗ്രാമം. മുകളിലുള്ള എന്താ സണ്ടക്കോഴി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് ഈ വില്ലേജിലാണെന്ന് പറഞ്ഞത്. ഇവിടെ ഒരു അഗ്രഹാരത്തിന്റെ ഫീല്. ഇവിടെ കാണാൻ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഏരിയ ഫുള്ള് തമിഴ് ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. കാരണം ഇതിലെ പോകുന്നവർക്ക് ശരിക്കും ഇങ്ങനെ കാണില്ല. ഇച്ചിരി ഉള്ളിൽ 2-2.5 കിലോമീറ്റർ ഉള്ളിലല്ലേ, അപ്പോൾ പെട്ടെന്ന് അങ്ങനെ കാണില്ല. നമ്മൾ ഇതിലൂടെ ഇങ്ങനെ വന്നപ്പോഴേ ഇവിടെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വിൽക്കാൻ വെച്ചേക്കുന്നുണ്ട് കേട്ടോ. ആൾ പറഞ്ഞ് വാങ്ങിക്കൊന്നും വേണ്ട, നിങ്ങൾ വന്ന് കണ്ടിട്ട് പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ്. നോക്കുമ്പോൾ പാമ്പ്, ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ബുദ്ധൻ, അങ്ങനെയുള്ള ഹാൻഡ് മെയ്ഡായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടോ. ഇവിടെയൊക്കെ കുറേ പഴക്കമുള്ള വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് വെക്കുന്ന ഒരു ചെറിയ, അല്ല മലയാളം, കേരള. സ്റ്റോൺ വർക്കർ. ഐ ഫ്രം മഹാബലിപുരം. മഹാബലിപുരം. I'm 45 years working in the culture. My grandfather, my father. But my from this from. ഇതെല്ലാം സ്റ്റോണിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന്. ഇത് മഹാബലിപുരത്തുള്ള ആളാണ്. ആ ചേട്ടൻ നമ്മളെ അടുത്ത് പറഞ്ഞു അയാളുടെ റൂമൊന്നും ഉള്ളിലൊന്ന് കയറി കാണും, നിങ്ങൾ കണ്ടാൽ മാത്രം മതി, എങ്ങനെയുണ്ടെന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ജസ്റ്റ് ഒന്ന് ഉള്ളിലൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് പുള്ളിക്കാരൻ്റെ റൂം. ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ്, എല്ലാം ഹാൻഡ് മെയ്ഡാണ്. പുള്ളിക്കാരൻ പറയുന്നത് 45 വർഷമായിട്ട് ആൾ ഈ ഫീൽഡിലാണ്. ആളുടെ അച്ഛൻ, അച്ഛൻ, മുത്തച്ഛൻ, അങ്ങനെ എല്ലാവരും ഈ ഫീൽഡിലാണുള്ളത്. ആളുടെ നാടെന്ന് പറഞ്ഞാൽ ചെന്നൈക്കടുത്ത് മഹാബലിപുരം, അവിടെയാണ് പുള്ളിയുടെ നാട്. അപ്പോൾ അവിടെ ആൾ പറയുന്നത് പല രീതിയിലുള്ള സ്റ്റോൺ വർക്ക് ചെയ്യുന്ന നാടാണ്. നല്ലൊരു വില്ലേജാണ്, ബ്യൂട്ടിഫുൾ വില്ലേജാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ആളിവിടെയാണ് കുറേ നാളായിട്ട് താമസം. അത് ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്നു. നമ്മൾ വെറുതെ അതിൽ പോകുമ്പോൾ ഒന്ന് ഈ ചെട്ടിനാട് എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജ് കാണാൻ വേണ്ടി കയറിയതാണെങ്കിലും ആ വില്ലേജ് വേറൊരു രീതിയിലായിപ്പോയി, വേറൊരു ഭംഗിയായിപ്പോയി. ഇത്രയും നല്ലൊരു സ്ഥലം നിങ്ങളെയും കൂടെ കാണിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. ഇതൊക്കെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഇതിലൊരു ചെറിയൊരു ഫാമിലി താമസിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാളും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്ട്രീറ്റ് എല്ലാം വെറൈറ്റിയാണ്, വേറൊരു രീതിയിലാണ് ഇതിൻ്റെ സ്ട്രീറ്റുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. കുറേ ബിൽഡിങ്ങുകളൊക്കെ ആരും ഉപയോഗിക്കാതെ നാശമായി കിടപ്പുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ കുറേ എണ്ണമൊക്കെ നാശമായി കിടപ്പുണ്ട്. ഇതൊക്കെ പൊളിഞ്ഞ് കിടക്കുന്ന ബിൽഡിങ്ങാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഓട് മേഞ്ഞ് കണ്ടേക്കുന്നത്. ഇത് പഴയ കാലത്തുള്ള ഓട് മേലാണോ അതോ ഇനിയിപ്പോൾ ഇപ്പോഴും ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഓ ഗൈസ്, അപ്പം നമ്മൾ ചെട്ടിനാട് വില്ലേജിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇത് വല്ലാത്ത ഭംഗിയുള്ള വില്ലേജ് തന്നെയാണ് കേട്ടോ. നിങ്ങളെങ്ങാനും ഈ വഴിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ കയറണം. അത്രയും കാണാനുണ്ട് കേട്ടോ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജാണ്. അയ്യോ, എങ്ങനെ നോക്കിയാലും പറഞ്ഞാലും തീരില്ല, അമ്മാതിരി നിർമ്മാണ രീതികൾ. ഓരോ ബിൽഡിങ്ങുകളുടെ നിർമ്മാണം കണ്ടിട്ട് കിളിപോയേക്കുന്നത്.
എന്നിട്ട് ഇവരിതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആലോചിക്കണം. ഇല്ലടി മാളു, കുറെ എണ്ണമൊക്കെ നശിച്ചു കിടപ്പുണ്ട് കേട്ടോ. കുറെ കണ്ടോ ഇതൊക്കെ ഇതിങ്ങനെ ശരിയാട്ടോ, വെറുതെ അല്ല കേട്ടോ സിനിമ ഷൂട്ടിങ്ങിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വരുന്നത്. കാരണം അതിനുള്ളതുണ്ട്, എന്ത് വേണമെങ്കിലും കാണിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇവിടുത്തെ നിർമ്മാണമാണ് ഞെട്ടിച്ച് കളഞ്ഞത്, കയ്യിൽ നിന്ന് പോയത്. ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള വീട് നിർമ്മാണം. ഇതൊക്കെ എങ്ങനെയാണ് വന്നിട്ട് ഇപ്പോൾ ഇവർക്കൊക്കെ വന്നേക്കുന്നത്? അന്നത്തെ കാലത്ത് പണിത് വെച്ചത് പിന്നീട് എങ്ങനെ ഇവരെടുത്ത് ഇതൊക്കെ നശിച്ചു, ആരുമില്ല നോക്കാനായിട്ട്. ആകെ എന്താ പറയുക, കാടും അഴുക്കും പിടിച്ചത്. ഇതൊക്കെ ഉണ്ടാവും.